അള്ളാഹുവിന് എത്ര പേരുകളുണ്ട് എന്നത് നമുക്ക് കണക്കാക്കുക സാധ്യമല്ല. അതിനുള്ള ഒരു തെളിവും അതൊരു വലിയ പ്രാർത്ഥനയുമാണ്. അത് നിങ്ങൾ മനഃപ്പാഠമാക്കേണ്ട കാര്യമാണ്. ഇൻഷാ അല്ലാഹ് ഞാൻ ബോർഡിൽ എഴുതാം. അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു നിന്ന് ഇമാം അഹ്മദും അതുപോലെ തന്നെ ത്വബറാനിയും ഒക്കെ ഉദ്ധരിച്ചിട്ടുള്ള ദീർഘമായ ഹദീസാണ്. ഹദീസ് ഉദ്ധരിക്കുന്നത് അൻ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് عن عبد الله بن مسعود رضي الله عنه حديث الذي പ്രകാരമാണ് ما أصاب عبدا هم ولا حزن ما أصاب عبدا هم ولا حزن ما أصاب عبدا هم ولا حزن فقال ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എഴുതിയിട്ടില്ലെങ്കിൽ പോലും കുഴപ്പമില്ല. ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ എഴുതി മനഃപ്പാഠമാക്കണം. നേരത്തെ നമ്മൾ രണ്ടും എഴുതാൻ വേണ്ടി നിങ്ങളോട് പറഞ്ഞിരുന്നു. ഒന്ന്, അല്ലാഹ് എന്നുള്ളത് എന്താണ്? ഇസ്മുൽ ജലാല അലമുൻ അലൽ ബാരി ജല്ല വഅല മഅനാഹു അൽ മഅ്റൂഹു ഐ അൽ മഅബൂദു മഹബ്ബത്തൻ വ തഅദീമൻ. ഇനി എഴുതാൻ പറയുന്ന മൂന്നാമത്തെ കാര്യം ഈ പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം പറയുന്നത്, മാ അസാബ അബ്ദൻ, ഒരടിമക്കും ബാധിക്കുന്നില്ല, ഹമ്മുൻ വലാ ഹിസ്നുൻ. ഹമ്മ് എന്ന് പറഞ്ഞാൽ മനക്ലേശം, ഹിസ്നുൻ എന്ന് പറഞ്ഞാൽ ദുഃഖം. മനപ്രയാസമോ അല്ലെങ്കിൽ ദുഃഖമോ ഏതെങ്കിലും ഒരാൾക്ക് ബാധിച്ചാൽ ഫഖാല, അങ്ങനെ മനപ്രയാസം ഉണ്ടാകുമ്പോൾ, ടെൻഷൻ ഉണ്ടാകുമ്പോൾ, വറീസ് ഉണ്ടാകുമ്പോൾ ഒരാൾ പറയുന്നു, പ്രാർത്ഥിക്കുന്നു. എന്താണ് പ്രാർത്ഥിക്കുന്നത്? ആ പ്രാർത്ഥനയുടെ വചനം ഞാനിവിടെ എഴുതാം. اللهم إني عبدك اللهم إني عبدك. അല്ലാഹുവേ, തീർച്ചയായും ഞാൻ നിന്റെ ഒരു അടിയാനാണ്. ഇന്നി, തീർച്ചയായും ഞാൻ, അബ്ദുക്, നിന്റെ ഒരു അടിതാണ്, അടിമയാണ്. വബനു അബ്ദിക്, ഞാൻ നിന്റെ ഒരു അടിമയുടെ മകനാണ്. ഞാൻ നിന്റെ ഒരു അടിമയാണ്, നിന്റെ ഒരു അടിയാന്റെ പുത്രനാണ്. ഇതിനെന്ന് പറഞ്ഞാൽ മകൻ, പുത്രൻ. അബ്ദിക്, ഞാൻ നിന്റെ ഒരു അടിമയാണ്, ഞാൻ നിന്റെ ഒരു അടിമയുടെ പുത്രനാണ്. വബനു അമതിക്, അബദ് എന്നതിന്റെ സ്ത്രീലിംഗമാണ് അമത്ത്. അമത്ത് എന്ന് പറഞ്ഞാൽ അടിയാത്തി എന്ന് പറയും. അബദും അടിമ, അമത്തും അടിയാത്തി. നിന്റെ ഒരു അടിയാത്തിയുടെ പുത്രനുമാണ് ഞാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ദുആ ചെയ്യുന്നതിന് മുമ്പ് അല്ലാഹുവിനെ പുകഴ്ത്തേണ്ട മുറപ്രകാരം പുകഴ്ത്തണം. അതുപോലെ തന്നെ നമ്മുടെ തവാദുഅ്, നമ്മുടെ തളർറുഅ്, നമ്മുടെ വിനയവും നമ്മുടെ താഴ്മയും നമ്മൾ ബോധിപ്പിക്കേണ്ട പോലെ ബോധിപ്പിക്കണം. ഈ പ്രാർത്ഥനയുടെ മുന്നോടിയായിട്ട് ആ പ്രാർത്ഥിക്കുന്ന വ്യക്തി അയാളുടെ എളിമത്വവും അയാളുടെ ആ താഴ്മയും അത് പ്രകടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അല്ലാഹുമ്മ ഇന്നി അബ്ദുക് വബനു അബ്ദിക് വബനു അമതിക്, ഞാൻ നിന്റെ അടിമയാണ്,
നിന്റെ അടിമയുടെ പുത്രനാണ്, നിന്റെ അടിയാത്തിയുടെ പുത്രനാണ്. നാസിയതി ബിയദിക്, നാസിയതി ബിയദിക്. നാസിയത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ തലയുടെ മുൻഭാഗത്തിലാണ് പറയാ. നമ്മൾ ചിലപ്പോ മൂർധാവ് എന്നൊക്കെ പറയും. എന്റെ മൂർധാവ് നിന്റെ കയ്യിലാണ്. നാസിയത്ത്, നാസിയത്തി, എന്റെ മൂർധാവ്. ബിയദിക്, നിന്റെ കയ്യിലാണ്. മാളിൻ ഫിയ ഹുക്മുക്, മാളിൻ ഫിയ ഹുക്മുക്, നിന്റെ വിധി എന്നിൽ തീർത്തും നടപ്പിലാകുന്നതാണ്. മലാ എന്ന് പറഞ്ഞാൽ നടന്നുപോയി, നടപ്പിലായി എന്നാണ്. മാളിൻ, നടപ്പിലാകും, ഒരു തടസ്സമല്ല, ആർക്കും തടുക്കാൻ കഴിയില്ല. ഫിയ, എന്റെ കാര്യത്തിൽ ഹുക്കുമുക്ക, നിന്റെ വിധി, എന്റെ കാര്യത്തിൽ നീ എന്തെന്ന് വിധിക്കുന്നുവോ ആ വിധി തീർത്തും നടപ്പിലാകുക തന്നെ ചെയ്യും. അതിനൊരു തടസ്സവും ആർക്കും വരുത്താൻ കഴിയില്ല. നീ എന്ത് വിചാരിച്ചാലും അത് നടപ്പിലാകും എന്റെ കാര്യത്തിൽ. അതിലും തീയ സവാഉ, അതിലും തീയ സവാഉ. അതിലും നീതിപൂർവകമാണ്. ഫിയ, എന്റെ കാര്യത്തിൽ സവാഉക, നിന്റെ തീർപ്പ്. സവാ എന്ന് പറഞ്ഞാൽ ജഡ്ജ്മെന്റ്, തീർപ്പ്. എന്റെ കാര്യത്തിൽ നീ നടത്തുന്ന ഏതൊരു തീർപ്പും തീർത്തും നീതിപൂർവകമാണ്. അതിൽ നീതിയാണ്. ഫിയ, എന്റെ കാര്യത്തിൽ സവാഉക, നിന്റെ തീർപ്പ്. ഇത്രയും കാര്യം നമ്മുടെ ആ തവാദുൽ, നമ്മുടെ തവറുൽ, അത് അല്ലാഹുവിന്റെ മുന്നിൽ രേഖപ്പെടുത്താനാണ്. ഞാൻ നിന്റെ അടിമയാണ്, നിന്റെ അടിമയുടെ പുത്രനാണ്, നിന്റെ അടിയാത്തിയുടെ പുത്രനാണ്, എന്റെ മൂർധാവ് നിന്റെ കൈവശമാണ്, നിന്റെ വിധി എന്നിൽ തീർത്തും നടപ്പിലാവുക തന്നെ ചെയ്യും, അതിന് തടസ്സമുണ്ടാവില്ല. നീ എന്റെ കാര്യത്തിൽ എന്ത് തീർപ്പ് നടത്തിയാലും അത് തീർത്തും നീതിപൂർവകമാണ്. അസ്അലുക ബികുല്ലി ഇസ്മിൻ ഹുവ ലക, അസ്അലുക, നിന്നോട് ഞാൻ ചോദിക്കുന്നു. അല്ലാഹുവിനോട് നമ്മൾ ചോദിക്കുമ്പോൾ, യാചിക്കുമ്പോൾ, ദുആ ചെയ്യുമ്പോൾ ചോദിക്കേണ്ടത് എങ്ങനെയാണ് ചോദിക്കേണ്ടത്? വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്നാ ഫദ്ഉഹു ബിഹാ. അല്ലാഹുവിന് കുറെ നല്ല ഉത്കൃഷ്ടമായ പേരുകളുണ്ട്, ആ പേരുകൾ കൊണ്ടാണ് ചോദിക്കേണ്ടത്. അതാണ് അല്ലാഹു ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അല്ലാഹുവേ, നിന്നോട് ഞാൻ ചോദിക്കുന്നത് ബികുല്ലി ഇസ്മിൻ ഹുവ ലക, ബികുല്ലി ഇസ്മിൻ ഹുവ ലക. എല്ലാ പേരുകൾ കൊണ്ടും ഞാൻ നിന്നോട് ചോദിക്കുന്നു. ഹുവ ലക, ആ പേരുകൾ നിനക്കുള്ളതാണ്. അപ്പൊ നിനക്കുള്ള എല്ലാ നാമങ്ങൾ കൊണ്ടും ഞാൻ നിന്നോട് ചോദിക്കുന്നു. അപ്പൊ അള്ളാഹുവിനോട് ചോദിക്കാൻ അള്ളാഹു ആജ്ഞാപിച്ച അതേ രൂപത്തിലാണ് പ്രാർത്ഥന. അള്ളാഹുവിനോട് ഒരു കാര്യം നമ്മൾ ചോദിക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ ചോദിക്കേണ്ടത് ഫലില്ലാഹിൽ അസ്മാഉൽ ഹുസ്നാ ഫദ്ഉഹു ബിഹാ. അള്ളാഹുവിന്റെ അസ്മാഉകൾ കൊണ്ട് ചോദിക്കാനാണ് പറഞ്ഞത്. ആ എല്ലാ ഇസ്മുകൾ കൊണ്ടും നിന്നോട് ഞാൻ ചോദിക്കുകയാണ്. സമ്മൈത ബിഹി നഫ്സക, സമ്മൈത ബിഹി. അള്ളാഹുവിനുള്ള പേര് എന്ന് പറഞ്ഞാൽ നമ്മളാരെങ്കിലും അള്ളാഹുവിന് കൽപ്പിക്കുന്ന പേരുകളല്ല. ഈശ്വരൻ, ദൈവം, പരമേശ്വരൻ, തമ്പുരാൻ, ഇങ്ങനെ ഒരുപാട് പേരുകൾ നമ്മൾ കൊടുക്കുന്ന പേരുണ്ട്. ആ പേരുകളല്ല. മറിച്ച് അള്ളാഹുവിനോട് നമ്മൾ ദുആ ചെയ്യുന്നത് സമ്മൈത, നീ പേർ നിശ്ചയിച്ചിട്ടുണ്ട്. ബിഹി, ആ പേര് കൊണ്ട് നഫ്സക, നിനക്ക് നീ നിശ്ചയിച്ച പേരുകൾ ഏതാണോ ആ പേരുകൾ മുഴുവനും കൊണ്ട് ഞാൻ നിന്നോട് ചോദിക്കുന്നു. അള്ളാഹുവിന് നിശ്ചയിച്ച പേരാണ് അല്ലാഹ്, റഹ്മാൻ, റഹീം, ഗഫൂർ, അസീസ്, ഖഹാർ,
ജബ്ബാർ, ഇങ്ങനെ ഒരുപാട് പേരുകൾ. നമ്മൾ 100 പേരിന്റെ കാര്യം പറഞ്ഞല്ലോ. ഇങ്ങനെ അള്ളാഹുവിന് നിശ്ചയിച്ച പേരുകളുണ്ട്. ആ പേരുകൾ കൊണ്ട് നിന്നോട് ഞാൻ ചോദിക്കുന്നു, അല്ലാതെ പടപ്പുകൾ നിന്റെ മേൽ ആരോപിച്ച പേരുകളല്ല എന്നർത്ഥം. സമ്മൈത ബിഹി നഫ്സക ഔ അൻസൽതഹു ഫീ കിതാബിക ഔ അൻസൽതഹു ഫീ കിതാബിക, അല്ലെങ്കിൽ നിന്റെ ഒരു വേദത്തിൽ, നിന്റെ ഒരു ഗ്രന്ഥത്തിൽ നീ ഇറക്കിയ പേര്. അൻസൽതഹു, നീ ഇറക്കിയിരിക്കുന്നു. ഫീ കിതാബിക്, നിന്റെ ഗ്രന്ഥത്തിൽ, നിന്റെ ഗ്രന്ഥത്തിൽ നീ ഇറക്കിയിട്ടുള്ള പേര്. നീ നിനക്ക് വിളിച്ചിട്ടുള്ള പേര്, നിന്റെ ഗ്രന്ഥത്തിൽ നീ ഇറക്കിയിട്ടുള്ളതായ പേര്. ഔ, അതല്ലെങ്കിൽ ഒക്കെ ഒരേ കാര്യം തന്നെയാണ്. അല്ലംതഹു, അല്ലംതഹു അഹദൻ മിൻ ഖൽഖിക, അതല്ലെങ്കിൽ അല്ലംതഹു, നീ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് ആ പേര്. അഹദൻ മിൻ ഖൽഖിക, നിന്റെ സൃഷ്ടികളിൽ ആർക്കെങ്കിലും, ഏതെങ്കിലും ഒരു പ്രവാചകനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മലക്കിനോ അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലുമോ നീ പഠിപ്പിച്ചു കൊടുത്ത പേരുകളുണ്ടെങ്കിൽ ആ പേരുകൾ കൊണ്ട്, നിനക്കുള്ള എല്ലാ നാമങ്ങൾ കൊണ്ടും എന്ന് പറഞ്ഞു. അത് ഒന്നുകൂടെ വിശദീകരിച്ചുകൊണ്ട് പറയുകയാണ്, നീ നിന്റെ ഏതെങ്കിലും ഒരു ഗ്രന്ഥത്തിലിറക്കുകയോ നീ നിന്റെ സൃഷ്ടികളിൽ ആർക്കെങ്കിലും പഠിപ്പിച്ചു കൊടുക്കുകയോ ചെയ്തിട്ടുള്ള എല്ലാ പേരുകൾ കൊണ്ടും, അതുമല്ലെങ്കിൽ ഔ ഇസ്തഅ്സർത ബിഹി ഫീ ഇൽമിൽ ഗൈബി ഇൻദക, ഔ ഇസ്തഅ്സർത ബിഹി ഫീ ഇൽമിൽ ഗൈബി أو استنصرت به في علم الغيب عندك. അതല്ലെങ്കിൽ ഇസ്തഅ്സർത, നീ സ്വന്തമാക്കി വെച്ചിരിക്കുന്നു, മറ്റാർക്കും വിട്ടുകൊടുക്കാതെ നീ സ്വന്തമാക്കി വെച്ചിരിക്കുന്നു. ഇസ്തഅ്സറ എന്ന് പറഞ്ഞാൽ സ്വായത്തമാക്കി വെക്കുക, സ്വന്തമാക്കി വെക്കുക എന്നാണ്. ബിഹി, ആ പേരുകൾ, ഫി ഇൽമിൽ ഗൈബി ഇൻദക, ഇൽമുൽ ഗൈബിൽ, നിന്റെ അടുക്കൽ അദൃശ്യമായ അറിവിൽ, അദൃശ്യമായ ഇൽമുൽ ഗൈബ്, അദൃശ്യജ്ഞാനം, അദൃശ്യമായ അറിവിൽ, അദൃശ്യമായ ജ്ഞാനത്തിൽ നിന്റെ അടുക്കൽ ആർക്കും വിട്ടുകൊടുക്കാതെ നീ സ്വന്തമാക്കി വെച്ചിരിക്കുന്നു. അങ്ങനെയുള്ളതായ എല്ലാ പേരുകൾ കൊണ്ടും നിന്നോട് ഞാൻ ചോദിക്കുന്നു. അപ്പൊ ചോദിക്കാനുള്ള മര്യാദയാണ് ഇത്രയും വന്നത്. ഇത് നമ്മൾ മനസ്സിലാക്കണം. ബാക്കിയാണത് മായ്ച്ചിട്ട് എഴുതണം. അതുകൊണ്ട് ആ വാചകങ്ങൾ ഒന്നുകൂടെ നിങ്ങൾ നോക്കുക. എഴുതി കഴിഞ്ഞിട്ടില്ലെങ്കിൽ നിർത്തിയിട്ടൊന്ന് ബോർഡിൽ നോക്കുക. പറയാം, അല്ലാഹുമ്മ ഇന്നി അബ്ദുക, അല്ലാഹുമ്മ ഇന്നി അബ്ദുക. എനിക്ക് തോന്നുന്നത് പിന്നെ എഴുതാൻ സമയം തരാം, അല്ലെങ്കിൽ രണ്ടും കൂടെ കിട്ടൂല. അല്ലാഹുവേ, തീർച്ചയായും ഞാൻ അബ്ദുക, നിന്റെ അബ്ദാണ്. വബ്നു അബ്ദിക്, നിന്റെ അബ്ദിന്റെ മകനാണ്, നിന്റെ ഒരു അടിയാന്റെ പുത്രനാണ്. വബ്നു അമതിക്, നിന്റെ ഒരു അടിയാത്തിയുടെയും പുത്രനാണ്. ഞാൻ നിന്റെ ഒരു അടിമയാണ്, നിന്റെ ഒരു അടിമയുടെ പുത്രനാണ്, നിന്റെ ഒരു അടിയാത്തിയുടെ പുത്രനാണ്. നാസിയതി ബിയദിക്, എന്റെ മൂർധാവ്, മൂർധാവിൽ പിടിച്ചാൽ മുഴുവനായി, പിന്നെ അവിടെ രക്ഷപ്പെടാനില്ല എന്നർത്ഥം. എന്റെ മൂർധാവ് നിന്റെ കൈവശമാണ്. മാളിൻ ഫിയ ഹുക്മുക്, നിന്റെ വിധി എന്റെ കാര്യത്തിൽ തീർത്തും നടപ്പാകുന്നത് തന്നെയാണ്. അള്ളാഹു എന്റെ വിഷയത്തിൽ ഒരു വിധി ഉണ്ടെങ്കിൽ അത് നടപ്പാകാതെ പോകുന്ന പ്രശ്നമില്ല. തീർത്തും അവന്റെ വിധിക്ക് കീഴിലാണ് ഞാൻ. അതിലും ഫിയ ഖളാഉക്, എന്റെ കാര്യത്തിൽ നിന്റെ തീർപ്പ് തീർത്തും നീതിപൂർവകമാണ്. അതിലും നീതിപൂർവകമാണ്.
ഫിയ്യ എന്റെ കാര്യത്തിൽ ഖളാഉക് നീ നൽകുന്ന തീർപ്പ്. നീ എന്നെ ശിക്ഷിക്കാൻ വിചാരിച്ചാൽ അത് നീതിപൂർവകമാണ്. നീ എന്നെ രക്ഷിക്കാൻ വിചാരിച്ചാൽ അത് നീതിപൂർവകമാണ്. നീ എന്നെ പരീക്ഷിക്കുകയാണെങ്കിൽ അത് നീതിപൂർവകമാണ്. നീ എനിക്ക് സൗഖ്യം നൽകിയാണ് പരീക്ഷിക്കുന്നതെങ്കിൽ അത് നീതിപൂർവകമാണ്. നീ എനിക്ക് പ്രയാസങ്ങൾ നൽകിയാണ് പരീക്ഷിക്കുന്നതെങ്കിൽ അത് നീതിപൂർവകമാണ്. എല്ലാം നിന്റേതാണ്, നിന്റെ കൈവശമാണ്, നിന്റെ കീഴിലാണ്. അതുകൊണ്ട് തന്നെ എന്റെ വിഷയത്തിലുള്ള നിന്റെ തീർപ്പ് തീർത്തും നീതിപൂർവകമാണ്. അസ്അലുക് നിന്നോട് ഞാൻ ചോദിക്കുന്നു, അസ്അലുക് നിന്നോട് ഞാൻ ചോദിക്കുന്നു. എങ്ങനെയാണ് നിന്നോട് ഞാൻ ചോദിക്കുന്നത്? ബികുല്ലി ഇസ്മിൻ എല്ലാ പേരുകൾ കൊണ്ടും, ഹുവ ലക ആ പേരുകൾ നിനക്കുള്ളതാണ്, നിനക്കുള്ളതായ എല്ലാ പേരുകൾ കൊണ്ടും ഞാൻ നിന്നോട് ചോദിക്കുന്നു. സമ്മൈത ബിഹി നഫ്സക ആ പേരുകൾ നീ നിനക്ക് വിളിച്ച പേരുകളാണ്. സമ്മൈത്ത നീ പേർ വിളിച്ചിരിക്കുന്നു, ബിഹി ആ പേരുകൾ കൊണ്ട്, നഫ്സക് നിനക്ക് തന്നെ, നീ നിനക്ക് പേര് നൽകിയിട്ടുള്ള വിളിച്ചിട്ടുള്ള ആ പേരുകൾ കൊണ്ട് ഞാൻ നിന്നോട് ചോദിക്കുന്നു. അള്ളാഹുവിന്റെ പേരുകൾ ചൊല്ലിക്കൊണ്ട് അവനോട് ചോദിക്കണമെന്നത് ഖുർആനിലൂടെ തന്നെ അവൻ നമ്മോട് കൽപ്പിച്ചിട്ടുള്ള കാര്യമാണ്. വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്നാ ഫദ്ഉഹു ബിഹാ സൂറത്തുൽ അറാഫിലുള്ള 180-ാമത്തെ ആയത്ത്. ഔ അൻസൽതഹു അതല്ലെങ്കിൽ ആ പേര് നീ ഇറക്കിയിട്ടുണ്ട്. ഹു അതിനെന്ന് പറഞ്ഞാൽ ആ പേരിനെ നീ ഇറക്കിയിട്ടുണ്ട്. എവിടെ? ഫീ കിതാബി നിന്റെ ഒരു ഗ്രന്ഥത്തിൽ, നിന്റെ ഗ്രന്ഥത്തിൽ നീ ഇറക്കിയിട്ടുള്ളതായ പേര് ഏതുണ്ടോ, നീ നിനക്ക് നിശ്ചയിച്ചിട്ടുള്ള, നിനക്ക് നീ വിളിച്ചിട്ടുള്ള പേര് ഏതുണ്ടോ. ഔ അല്ലംതഹു അല്ലെങ്കിൽ ആ പേര് നീ പഠിപ്പിച്ചു കൊടുത്തിരിക്കുന്നു. അഹദൻ ആർക്കെങ്കിലും ഒരാൾക്ക്, മിൻ ഖൽഖിക് നിന്റെ സൃഷ്ടികളിൽപ്പെട്ട ഏതെങ്കിലും ഒരുവന് നീ പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളതോ, നിന്റെ ഗ്രന്ഥത്തിൽ നീ ഇറക്കിയിട്ടുള്ളതോ, നീ നിനക്ക് തന്നെ പേരായി നിശ്ചയിച്ചിട്ടുള്ളതോ ആയ നിന്റെ എല്ലാ പേരുകൾ കൊണ്ടും ഞാൻ നിന്നോട് ചോദിക്കുന്നു. ഔ അതല്ലെങ്കിൽ ഇസ്തഅ്സർത നീ സ്വായത്തമാക്കി വെച്ചിരിക്കുന്നു, സ്വന്തമാക്കി വെച്ചിരിക്കുന്നു, ബിഹി ആ പേരുകൾ, ഫീ ഇൽമിൽ ഗൈബ് അദൃശ്യജ്ഞാനത്തിൽ, ഇൻദക് നിന്റെ അടുക്കൽ അദൃശ്യജ്ഞാനത്തിൽ നീ സ്വന്തമാക്കി വെച്ചിട്ടുള്ള പേരുകളുണ്ടോ ആ പേരുകൾ കൊണ്ടും. അപ്പൊ എല്ലാ പേരുകൾ കൊണ്ടും ഞാൻ നിന്നോട് ചോദിക്കുന്നു. ഇനി അത് എഴുതാൻ ബാക്കിയുള്ളവർ പെട്ടെന്ന് എഴുതി തീർക്കണം. ബാക്കി എഴുതാൻ വേണ്ടിയിട്ട് വായിക്കാനാണ്. എഴുതി കഴിഞ്ഞാൽ പറഞ്ഞാല് ربيع قلبي ونور صدري أن تجعل القرآن ربيع قلبي ونور صدري وجلاء حزني وذهاب همي وذهاب همي إلا أذهبه الله إلا أذهب الله إلا أذهب الله حزنه همه وحزنه وأبدله مكانه فرجا പ്രാർത്ഥന ഇതാണ്. ആദ്യത്തെ പ്രാർത്ഥനയുടെ മുമ്പായിട്ട് നമ്മൾ പറഞ്ഞ മര്യാദകളാണ്. അൻതജാല ഞാൻ നിന്നോട് ചോദിക്കുന്നത് എന്താണ്? അൻതജാല അല്ലാഹുവേ നീ ആക്കി തീർക്കണമേ. അൽ ഖുർആൻ നമുക്ക് അല്ലാഹു ഇറക്കി തന്നിട്ടുള്ള ഗ്രന്ഥമായിട്ടുള്ള കിതാബായിട്ടുള്ള ഖുർആനിനെ നീ ആക്കി തീർക്കണമേ. റബീഅ ഖൽബി എന്റെ ഹൃദയത്തിന്റെ വസന്തമാക്കി തീർക്കണമേ. റബീഅ എന്ന് പറഞ്ഞാൽ
കാലങ്ങളെ നമ്മൾ 3-4 കാലങ്ങളാക്കിയിട്ട് ഋതുക്കളായിട്ട് തിരിക്കാറുണ്ടല്ലോ. അതിൽ നമ്മൾ പറയുന്ന വസന്തകാലത്തിലാണ് അറബിയിൽ റബീഉ എന്ന് പറയുന്നത്. അപ്പൊ എന്റെ ഹൃദയം അത് ഏറ്റവും അധികം പരിലസിക്കുന്ന, സന്തോഷിക്കുന്ന, ഉന്മേഷമായി തീരുന്ന ഒരവസ്ഥ ഖുർആൻ കൊണ്ട് നീ ഉണ്ടാക്കി തീർക്കണമേ. ഖുർആനിനെ നീ ആക്കി തീർക്കണമേ. റബീഅ ഖൽബി, എന്റെ ഖൽബിന്റെ വസന്തമാക്കി തീർക്കണമേ. വനൂറ സദ്രി, എന്റെ മനസ്സിന്റെ വെളിച്ചമാക്കി തീർക്കണമേ. വജലാഅ ഹുസ്നി, ജലാ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീങ്ങിപ്പോകുക, എന്റെ ദുഃഖം നീങ്ങിപ്പോകുന്നതിനുള്ള കാരണമാക്കി തീർക്കണമേ. വദഹാബ ഹമ്മി, എന്റെ ക്ലേശങ്ങൾ, എന്റെ മനപ്രയാസങ്ങൾ പോയി തീരുക, ഇല്ലാതായി തീരുക, അതിനുള്ള കാരണമാക്കി തീർക്കണമേ. ഈ പ്രാർത്ഥനക്കാണ് ദുആഉൽ ഗമ്മി വൽ ഹം എന്ന് പണ്ഡിതന്മാർ വ്യവഹരിക്കാറുള്ളത്. ഇതിനാണ് ദുആഉൽ ഗമ്മി വൽ ഹമ്മി. മനപ്രയാസവും ക്ലേശവും ഉണ്ടാകുമ്പോൾ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുവാനുള്ള പ്രാർത്ഥന ദുആഉൽ ഗമ്മി വൽ ഹം. അടുത്ത ക്ലാസ്സിൽ എനിക്ക് നിങ്ങൾ പറഞ്ഞു തരേണ്ടി വരുന്നത് അതാണ്. ഞാൻ ചോദിക്കുന്നത് മാ ദുആഉൽ ഗമ്മി വൽ ഹം. അല്ലാഹുമ്മ ഇന്നി അബ്ദുക വബ്നു അബ്ദിക വബ്നു അമതിക നാസിയതി ബിയദിക മാറുൻ ഫിയ ഹുക്മുക അദ്ലുൻ ഫിയ ഖളാഉക أسألك بكل اسم هو لك سميت به نفسك أو علمته أحدا من خلقك أو أنزلته في كتابك أو علمته أحدا من خلقك أو استأثرت به في علم الغيب عندك أن تجعل القرآن ربيع قلبي ونور صدري وجلاء حزني وذهاب همي. ഇത്രയും ഭാഗം നിങ്ങൾ എന്ത് ചെയ്യണം? മനഃപ്പാടമാക്കേണ്ടതാണ്. അതെനിക്ക് വേണ്ടി മനഃപ്പാടമാക്കേണ്ടതില്ല. അള്ളാഹുവിലേക്ക് നിങ്ങൾക്ക് അടുക്കാൻ വേണ്ടിയിട്ട് ആ നിയ്യത്ത് ഖാലിസായിട്ട് അപ്പോഴതിന് പ്രതിഫലമുണ്ട്. ഒരാഴ്ചത്തെ സമയമുണ്ട്. അതിൽ നിങ്ങൾക്ക് മനസ്സിലാകാത്ത ഒരു കാര്യമല്ല. ആ മര്യാദകളനുസരിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം, ചോദിച്ചതിന് ശേഷം പറയാണ് ഖുർആനിനെ നീ ആക്കി തീർക്കണമേ. റബീഅ ഖൽബി, എന്റെ ഹൃദയത്തിന്റെ റബീ ആക്കി തീർക്കണം, വസന്തമാക്കി തീർക്കണം. വനൂറ സദ്രി, എന്റെ മനസ്സിന്റെ വെളിച്ചമാക്കി തീർക്കണം. നൂർ, വെളിച്ചം. വജലാഅ ഹുസ്നി, എന്റെ ഹുസ്ൻ, എന്റെ ദുഃഖം അത് നീങ്ങാനുള്ള കാരണമാക്കി തീർക്കണം. വദഹാബ ഹമ്മി, എന്റെ ഹമ്മ്, എന്റെ മനപ്രയാസം ഇല്ലാതാകാൻ, പോയി തീരാനുള്ള കാരണമാക്കി തീർക്കണം. ഇങ്ങനെ ഒരാൾ പ്രാർത്ഥിച്ചാൽ അയാളുടെ ഹമ്മ് അല്ലാഹു സുബ്ഹാനഹു വ തആല നീക്കിക്കൊടുക്കും. അതുകൊണ്ടാണ് ഈ പ്രാർത്ഥനക്ക് ദുആഉൽ ഗമ്മി വൽ ഹം. ഇല്ല അസ്ഹബല്ലാഹ്, ആദ്യം പറഞ്ഞിടത്തുനിന്നാണ്. ഹദീസിന്റെ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞല്ലോ, ഒരു അടിമക്ക് ഏതെങ്കിലും തരത്തിലുള്ള മനക്ലേശമോ പ്രയാസമോ ബാധിച്ചാൽ ഫഖാല എന്നിട്ട് അയാൾ പറയുകയും ചെയ്താൽ ഇല്ല അസ്ഹബല്ലാഹ്, അല്ലാഹു പോക്കാതിരിക്കില്ല, ഇല്ലാതാക്കാതിരിക്കില്ല. ഹമ്മഹു വഹുസ്ന, അവന്റെ ദുഃഖവും അവന്റെ മനപ്രയാസവും. വഅബ്ദലഹു, അവൻ അല്ലാഹു പകരം നൽകും. മകാനഹു, ഈ ദുഃഖത്തിന്റെയും മനപ്രയാസത്തിന്റെയും സ്ഥാനത്ത് ഫറജ, ആശ്വാസം നൽകും. ഇങ്ങനെ ഒരാൾ പ്രാർത്ഥിച്ചാൽ ദുഃഖവും പ്രയാസവും ഉണ്ടാകുന്ന സമയത്ത് ഇത് ആർക്കും നിഷേധിക്കാൻ കഴിയുന്ന ഒരു സംഗതിയല്ല. ഇന്ന് ഏറ്റവും മോഡേണായിട്ട് ചിന്തിക്കുന്ന ആളുകൾ വരെ ഈ റൈറ്റ് പ്രയർ, ശരിയായ